5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. സുരേഷ് ഗോപി പറഞ്ഞതുപോലെ അനവസരത്തിലും അനാവശ്യമായ ഒരു തിരഞ്ഞെടുപ്പ് കൂടി വന്നിരിക്കുകയാണ്. രാജ്യത്ത് ഒരു തിരഞ്ഞെടുപ്പ് നടത്തണം എന്നുകൂടി സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നമ്മുടെ നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പ് ആയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിന്റെ കളം ഇന്ന് 12 മണിയോടുകൂടി തെളിയുന്നതാണ്. ആരൊക്കെയാണ് മത്സരിക്കുക? എല്ലാവരും മത്സരിക്കുന്ന ആളുകളുടെ പേരുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കുന്നു. CPM-ന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യത്തിന് വേണ്ടി M സുരാജ് മത്സരിക്കുന്നു. മോഹൻ ജോർജ് മത്സരിക്കുന്നു. BJP-ക്ക് വേണ്ടി അദ്ദേഹം കേരള കോൺഗ്രസിൽ ഉണ്ടായിരുന്നെന്നും ഇല്ലായിരുന്നെന്നും ഒക്കെ വലിയ വിവാദങ്ങൾ നടക്കുന്നു. എന്നാലും അദ്ദേഹം മത്സരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ അൻവർ ഇക്ക മത്സരിക്കുന്നു. 4 പേർ മത്സരിക്കുന്നു. 4 പേർ മത്സരിക്കുന്ന നിലമ്പൂർ തെരഞ്ഞെടുപ്പ് എന്താണ് സംഭവിക്കുക? നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും? നെക്ക് നെക്ക് ഫൈറ്റാണ്. എന്തായാലും അൻവറിന് അവിടെ കുറേ വോട്ടുകൾ ഉണ്ടായിരിക്കും. സ്വാഭാവികമായി അദ്ദേഹം MLA ആയിരുന്നു. അദ്ദേഹം ഒരു ധനാഢ്യനാണ്. അദ്ദേഹത്തിന് അവിടെ സ്കൂളും സംവിധാനങ്ങളും ഒരുപാട് ആളുകളൊക്കെ ഉള്ളൊരു പ്രദേശമാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥലമാണ്. അപ്പോൾ അദ്ദേഹം ദീർഘകാല MLA ആയിരുന്നു. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് കുറേ വോട്ടുകൾ അദ്ദേഹത്തിന് പിടിക്കാൻ കഴിയും. അദ്ദേഹം പിടിക്കുന്ന ഓരോ വോട്ടും കോൺഗ്രസിൻ്റെ ആണോ CPM-ൻ്റെ ആണോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു നിഗമനമാണ്, ഒരു ചോദ്യമാണ്. കോൺഗ്രസിൻ്റെ വോട്ടുകളാണ് പിടിക്കുന്നതെങ്കിൽ അങ്ങനെ അവർ ഒരുപാട് വോട്ട് പിടിക്കുകയും BJP നിലവിൽ നേരത്തെ പിടിച്ചിട്ടുള്ള 7000, 8000, 17000 വരെ പിടിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്. അങ്ങനെ 17000 വരെയൊക്കെ പിടിച്ചാൽ, 20000 ഒക്കെ പിടിച്ചാൽ സ്വാഭാവികമായിട്ട് സ്വരാജ് ജയിച്ചു കയറി പോകും. അതേസമയം സ്വരാജിൻ്റെ വോട്ട് പിണറായി സത്തെ എതിർക്കാനാണ് ഞാൻ മത്സരിക്കുന്നത്, എന്ത് വില കൊടുത്തും സ്വരാജിനെ തോൽപ്പിക്കുക എന്നൊരു മെസ്സേജാണ് അവിടെ അൻവർ ഇപ്പോൾ ഈ ഷൗക്കത്തിനെ വിട്ടിട്ട് സ്വരാജിൻ്റെ പിറകിലാണ് പിടിച്ച് എന്ത് വില കൊടുത്തും സ്വരാജിനെ തോൽപ്പിക്കണം എന്നൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്കാണ് പോകുന്നതെങ്കിൽ വോട്ടുകൾ തീർച്ചയായിട്ടും സ്വരാജിനെ തോറ്റുപോകാനും ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുവാൻ സാധ്യതയുണ്ട്. അട്ടിമറിയിലൂടെ ഇനി അൻവർ ജയിക്കുവാൻ സാധ്യത ഉണ്ടോ എന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ അതും സംഭവിച്ചിരിക്കാം. കാരണം അദ്ദേഹം നിലവിലെ MLA ആണ് അവിടെ. അതുകൊണ്ടുള്ള ചില മെരിറ്റുകൾ വരുമോ എന്ന് നമുക്കറിയില്ല. എന്തായാലും വളരെ രസകരമാണ്. പിന്നെ ഇത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയിൽ പല ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. ആര്യാടൻ ഷൗക്കത്ത് തോറ്റുപോയാൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ മുസ്ലിം ലീഗ് ഇടഞ്ഞു നിൽക്കുകയാണ്. മുസ്ലിം ലീഗിലെ പാണക്കാട് ശിവഭക്തങ്ങളും കുഞ്ഞാലിക്കുട്ടിയുമൊക്കെ നല്ല ഒത്തുതീർപ്പുണ്ടാക്കി അൻവറിന് ഏതെങ്കിലും 1-2 സീറ്റ് കൊടുത്തുകൊണ്ട് നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരുവിധം സോപ്പിട്ട് അൻവറിനെയൊക്കെ കുപ്പിയിലാക്കി വെച്ചപ്പോഴാണ് പ്രത്യേകിച്ച് തങ്ങൾ വിദേശത്ത് പോയിരുന്ന മക്കയിൽ പോയിരുന്ന സമയം നോക്കി സതീശൻ വല്ലാതെ ചൂടായി വാശിയൊക്കെ പിടിച്ച് KICC എല്ലാവരും KC വേണുപോലും എല്ലാവരും കൂടി ഒരു വാശിയിലേക്ക് പോയി. പാണ്ഡവരും കൗരവരെയും കഥ പറഞ്ഞ പോലെ അവസാനം 5 സെൻറ്റ് ഭൂമി പോലും കൊടുക്കാതെ, അല്ലെങ്കിൽ ഒരു ജയിക്കുന്ന നിയമസഭ സീറ്റ് പോലും കൊടുക്കാമെന്ന് ഉറപ്പുവരുത്താതെ അൻവറുമായി പിണങ്ങി തല്ലി പിരിഞ്ഞു. ഇതിനിടയിൽ നമ്മുടെ കുട്ടി നേതാവ് അദ്ദേഹം പിന്നെ രാഹുൽ മാങ്കുട്ടത്തിൽ പാതിരാത്രി തലയിൽ മുണ്ടുകൊട്ടൊക്കെ പോയി. പക്ഷെ അങ്ങനെ അവിടെ ചെന്ന് സംസാരിച്ചു. അത് അൻവർ വിളിച്ചിട്ടാണെന്ന് പറയുന്നു. അൻവർ വിളിച്ചെങ്കിൽ അൻവറിന് ഇത്രയും വിവരമില്ലേ? കാരണം ഏറ്റവും ജൂനിയറായിട്ടുള്ള ഒരാളെ വിളിച്ചിട്ട് എന്ത് സാധിക്കാനാണ്? ഇനി തിരിച്ച് വിളിക്കാതെ പോയതാണെങ്കിൽ രാഹുൽ മാങ്കുട്ടത്തിന് വിവരമില്ലേ? തന്നെ പോലെ ഒരു വളരെ ജൂനിയറായ ഒരാൾ പോയി എന്ത് സമാധാനിപ്പിക്കാനാണ് പോകുന്നത്? എന്താണ് നടക്കാൻ പോകുന്നത്? എന്തായാലും അത് കഴിഞ്ഞു. അൻവർ വീണ്ടും മത്സരിക്കാൻ തീരുമാനിച്ചു. അൻവറാണ് ജയിക്കുന്നതെങ്കിൽ സതീശൻ്റെ രാഷ്ട്രീയ ഭാവിയിൽ വലിയൊരു ചോദ്യം ചിഹ്നം ഉണ്ടാകും. കാരണം അദ്ദേഹത്തിനെതിരെ അരങ്ങത്തും അണിയറയിലും ഒരുപാട് ആളുകൾ അദ്ദേഹത്തിനെ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ്ഷിപ്പിൽ നിന്നൊക്കെ മാറ്റാൻ ഉള്ള സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും അങ്ങനെ ചിലത് സംഭവിച്ചേക്കാം. ഇനി ആര്യാടൻ ഷൗക്കത്തിന് ആണ് ജയിക്കുന്നതെങ്കിൽ പ്രശ്നങ്ങൾ, സതീശൻ്റെ കാര്യങ്ങൾ കുറച്ചുകൂടി സേഫാവും. അപ്പോൾ നമ്മുടെ സ്വരാജിൻ്റെ പ്രശ്നം വരും. സ്വരാജ് തൃപ്പൂണിത്തുറയിൽ മത്സരിച്ചു. സ്വരാജ് വീണ്ടും ഇവിടെ മത്സരിച്ച് തോൽക്കുക ചെയ്താൽ തോൽക്കാനായി ജനിച്ചവൻ എന്നുള്ളൊരു പേര് വരും. അത് സ്വരാജിൻ്റെ മുന്നോട്ടുള്ള രാഷ്ട്രീയ ഭാവിയിൽ വലിയ പ്രതിസന്ധി വരും. പിന്നെ ഒരു സ്ഥലത്ത് നിർത്തി ജയിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത്തരം റിസ്കുകൾക്ക് CPM പോകാനുള്ള സാധ്യതയും കുറവാണ്. അപ്പോൾ എന്താണ് അവിടെ പലരുടെയും രാഷ്ട്രീയ ഭാവി തീരുമാനിക്കുന്ന പലതരത്തിലുള്ള രാഷ്ട്രീയ ഭൂകമ്പങ്ങൾ സംഭവിക്കാവുന്ന ഒരു തിരഞ്ഞെടുപ്പായി നിലമ്പൂർ തിരഞ്ഞെടുപ്പ് മാറുകയാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ അൻവർ ജയിച്ചാൽ സതീശൻ്റെ കാര്യത്തിൽ ചില പ്രശ്നങ്ങളുണ്ടാവും. സ്വരാജ് ജയിച്ചാലും അതേ പ്രശ്നങ്ങളുണ്ടാവും. അൻവർ കുറേ വോട്ട് പിടിച്ച് മാറ്റി, BJPയും കുറേ വോട്ട് പിടിച്ച് മാറ്റിയാൽ സ്വാഭാവികമായും അത് ഷൗക്കത്തിന് ബുദ്ധിമുട്ട് വന്നാൽ അതും സതീശൻ്റെ തെരഞ്ഞെടുപ്പിലേക്കുള്ള അല്ലെങ്കിൽ ഭാവിയിലേക്കുള്ള വലിയ രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയിലേക്കുള്ള വളർച്ചയിൽ വലിയ മാറ്റമുണ്ടാക്കും. ചിലപ്പോൾ സംഭവിക്കാം. പക്ഷേ എന്നാൽ UDF വന്നാൽ ചിലപ്പോൾ മുഖ്യമന്ത്രിയൊക്കെ ആകാം. പക്ഷേ എന്നാൽ പോലും വലിയ ചോദ്യങ്ങളും ഉത്തരങ്ങളും ചോദിക്കേണ്ടി വരും. ലീഗ് ഇന്നലെ വളരെ കടുപ്പിച്ചാണ് വർത്തമാനം പറഞ്ഞത്. ഷാജിയും KM ഷാജിയും ഡോക്ടർ MK മുനീറും ഒക്കെ മുന്നണി വിട്ടുപോയാലും കുഴപ്പമില്ല, നമ്മൾ UDF വിട്ടുപോയാലും കുഴപ്പമില്ല എന്ന രീതിയിലൊക്കെ ചർച്ച നടന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ എന്തായാലും വളരെ കലുഷിതമായ കലങ്ങി തെളിയുന്ന ഒരു രാഷ്ട്രീയമാണ് നിലമ്പൂരിലുള്ളത്. അത് നിലമ്പൂരിൻ്റെ ഒരു ചെറിയ ഉപതെരഞ്ഞെടുപ്പായിരുന്നെങ്കിൽ ഇന്നത് സംസ്ഥാനവും വിട്ട് രാജ്യം വിട്ട്
എല്ലാവരും ശ്രദ്ധിക്കുന്ന വലിയൊരു തെരഞ്ഞെടുപ്പായി മാറിയിട്ടുണ്ട്. എന്താണ് നിലമ്പൂരിൽ സംഭവിക്കാൻ പോവുക, എന്തൊക്കെയാണ് നിലമ്പൂർ, ആരുടെയൊക്കെ തലകൾ ഉരുട്ടും, എന്തൊക്കെയാണ് നിലമ്പൂരിൻ്റെ രാഷ്ട്രീയം ഭാവിയിലേക്ക് കേരളത്തിൽ കാത്തുവച്ചിരിക്കുന്നത്. കാരണം ഇനി 2 തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. ഒന്ന് പഞ്ചായത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നു, തൊട്ടുടൻ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. അപ്പോൾ ഇങ്ങനെ തുടർച്ചയായി തെരഞ്ഞെടുപ്പുകൾ വരുന്ന വർഷമാണുള്ളത്. അപ്പോൾ തീർച്ചയായും എന്താണ് അൻവർക്കയുടെ പ്രവേശനം കൊണ്ടും അദ്ദേഹത്തിൻ്റെ രാജിവെപ്പ് കൊണ്ടും നടന്നത്? കുറച്ചുകൂടി ഐഡിയലായിട്ട് അൻവറിനെ UDF എടുത്ത് അൻവർ തന്നെ ഒന്നുകൂടി മത്സരിച്ച് UDF ആയി ജയിക്കുന്നതായിരുന്നു കുറച്ചുകൂടി നല്ല രാഷ്ട്രീയമെന്ന് തോന്നുന്നു. അതായിരുന്നില്ലേ ഇത്രയും റിസ്കുകൾ എടുത്ത് ചെയ്യുന്നതിനേക്കാൾ നല്ലത്? അതേസമയം തന്നെ അൻവറിനെ UDF എടുക്കുന്നതിൽ ശക്തമായൊരു എതിർപ്പ് കോൺഗ്രസിനകത്ത് വലിയൊരു വിഭാഗത്തിന് എതിർപ്പുണ്ട്, UDF-നകത്തും പല ഘടകകക്ഷികളുടെ എതിർപ്പുണ്ട്. അൻവറിൻ്റെ നാവ് ശരിയല്ല, അദ്ദേഹം പറയുന്നതും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയുമൊക്കെ വലിയ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് പോകുന്ന കാര്യങ്ങളുണ്ട്. എന്തായാലും അൻവർ ഫാക്ടർ എങ്ങനെ നിലമ്പൂരിൽ പ്രവർത്തിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ഇനി ഇന്ന് 1-ാം തീയതി ആകുന്നു, ഇനി 23-നകത്ത് 19 എന്ന് പറയുന്നത് വളരെ കുറച്ച് ദിവസങ്ങൾ, 18 ദിവസത്തെ മത്സരമാണ് ഉണ്ടാകുക, അല്ല പ്രചരണമാണ് ഉണ്ടാവുക. ഇന്നിപ്പോൾ നോമിനേഷൻ കൂടെ കൊടുക്കുന്നു. റോഡ് ഷോയോട് കൂടിയാണ് അൻവർ സാഹിബ് നോമിനേഷൻ കൊടുക്കാൻ പോകുന്നത്. മറ്റ് 2 പേരും കോൺഗ്രസ് കൊടുത്തു കഴിഞ്ഞു. BJP-യും CPM-ഉം വലിയ ആൾക്കൂട്ടം ആരവമൊന്നുമില്ലാതെ ചെറിയ പ്രകടനമായി കൊടുക്കുമെന്നൊക്കെ അറിയുന്നു. എന്തായാലും ശരി, നിലമ്പൂർ ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തും. ആരുടെയൊക്കെ തല ഉരുട്ടും അല്ലെങ്കിൽ ഉരുളും എന്ന് നമുക്കിപ്പോൾ പറയാനാകില്ല. നിലമ്പൂർ കേരള രാഷ്ട്രീയത്തിലെ ബോംബായി മാറുമോ?